കുഞ്ഞ് കരഞ്ഞു. ഈ ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങളും അതുപോലെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കൊണ്ടാണോ ഒരു പുരുഷ വിരോധിയായി മാറിയത്? പുരുഷ വിരോധിയല്ല ഞാൻ, പക്ഷെ എങ്കിൽ പോലും പുരുഷനോട് ബേസിക്കലി എനിക്ക് ഒരു അകൽച്ചയാണ്. മീൻസ് പാർട്ണർ എന്ന നിലയിൽ മാത്രം, ഒരു പാർട്ണർ എന്ന നിലയിൽ വരുമ്പോൾ മാത്രമാണ് പുരുഷനോട് എനിക്ക് അകൽച്ച വരുന്നത്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഐ എം ടോട്ടലി കംഫർട്ടബിൾ വിത്ത് മെയിൽസ്. ഞങ്ങൾ ഭയങ്കര, ഞാൻ എപ്പോഴും മെയിൽ ഫ്രണ്ട്സ് ഒക്കെ, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ജോളിയായിരിക്കും ഞങ്ങൾ. നീ ആള് പൊളിയാണല്ലോ, നീ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ ലോകത്ത് ഇങ്ങനെ. പക്ഷെ അതിനൊരു അതിർവരം വിടും ഞാൻ എപ്പോഴും. എല്ലാ റിലേഷൻഷിപ്പിനും, പ്രത്യേകിച്ചും പുരുഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ അതിർവരം വിടും. അതിന് കവിഞ്ഞു പോകത്തില്ല. എന്നാൽ ഒരു പുരുഷൻ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ അങ്ങനെ അല്ലാതല്ല. ഞങ്ങൾ കുറേ നേരം സംസാരിക്കും, എല്ലാ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും സുഹൃത്തുക്കളുമായിട്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവുന്ന എൻ്റെ ആൺ സുഹൃത്തുക്കൾക്കാണ്. അവരോട് ഞാൻ ഷെയർ ചെയ്യും. എനിക്കുണ്ടായ ആദ്യത്തെ ട്രോമകളൊക്കെ എൻ്റെ ഏറ്റവും അടുത്താണ് സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്യും. ഫെമിനിസ്റ്റ് അല്ല, ഫെമിനിസ്റ്റ് ആണ്. സൈബർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻ ദ സെൻസ് ഫെമിനിസ്റ്റ് സ്ത്രീക്ക് കുറച്ചുകൂടെ സമൂഹത്തിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടണം, എല്ലാ ഫ്രീഡവും കിട്ടണം എന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ സ്ത്രീ ഇപ്പോഴും. ഇന്നും പല കുടുംബങ്ങളിലും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. സ്ത്രീകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ജനറലൈസ് മാറ്റമുണ്ട് കേട്ടോ, മാറ്റമില്ലെന്ന് ഞാൻ പറയാം. നേരിടുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും സ്ത്രീ നേരിടുന്ന അത്രയും പ്രശ്നങ്ങൾ പുരുഷൻ ഇന്ന് നേരിടുന്നില്ല. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം വേണ്ടി പറയുന്ന കാര്യമില്ല. സ്ത്രീ നേരിടുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും അതേ ഉള്ളൂ എന്റെ ഒരു വിഷയം. പിന്നെ എനിക്കുണ്ടായ തിക്താനുഭവങ്ങളാണ്. പക്ഷെ എനിക്കൊരു പുരുഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയപ്പെടുന്ന എന്റെ എക്സ് ഹസ്ബൻഡിൽ നിന്നല്ലാതെ വേറൊരു മോശം അനുഭവം വേറൊരു പുരുഷനിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ വരുമോ? ഇത് പണ്ടൊരിക്കൽ എന്റെ കൂടെ PGക്ക് പഠിച്ച എന്റെ സുഹൃത്തുണ്ട് പ്രകാശ് ഫെലിക്സ്. നിന്നെ ആരാടി പ്രേമിക്കുന്നത്? നീ ഒരു ഗുണ്ടയെ പോലെ നടക്കുന്നു, പിന്നെ എങ്ങനെ നിന്നെ പ്രേമിക്കാന്ന്? പ്രേമം തോന്നുന്ന ഒരു സഹോദരി എന്നെ സ്നേഹിക്കൂ എന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ അവരുമായിട്ടുള്ള ആ ഒരു കമ്പനികളൊക്കെ നല്ല ഓർമ്മകളാണ്. പിന്നെ ഈ ഹസ്ബൻഡിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അയാളുടെ ആ ഒരു സൈലന്റ് ആണ് പുള്ളി. ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഭയങ്കര ഡേഞ്ചറാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ ഒരു ചിന്താഗതി എന്ന് എനിക്ക് അറിഞ്ഞു. 2 വർഷം എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഇയാൾക്ക് കാണാൻ പറ്റാതെ. ഇൻട്രോവേർട്ട് അത് നമ്മുടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. സൈലന്റ് ആയിട്ടിരിക്കുന്നവരാ വലിയ പ്രശ്നങ്ങളിലേക്ക്. പിന്നെ ഈ ഒച്ചപ്പാട് എടുക്കുകയും ഒത്തിരി ലൗഡായിട്ട് സംസാരിക്കുന്നവരൊക്കെ മനസ്സ് ശുദ്ധമാണ്, ഒന്നും കാണത്തില്ല. പിന്നെ ഇവരെ കുറിച്ച് നാട്ടിൽ നല്ല പേരാ, രണ്ടാം സ്ഥലത്തെ പ്രധാന പയ്യൻ. ശിവന്മാരുടെ ഇല്ലാത്ത കന്നന്തിരിവുകളൊന്നുമില്ല. ഇവന്മാര് മീൻസ് ഇവന്മാർക്ക് വെള്ളവടി, പെണ്ണുപിടി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നീട് ഇവരുടെ ചരിത്രം ചെയ്യുമ്പോൾ ഞാൻ കണ്ടെത്തി. കാരണം ഇവരെ തെളിവ് സഹിതം കണ്ടെത്തി. രണ്ടുപേരുടെയും ഇയാൾക്കൊരു അനിയനുണ്ട്. അയാളുടെ നമുക്ക് അറിയിക്കേണ്ട കാര്യമില്ല, അയാളെ കുറിച്ചുള്ള തെളിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ അയാൾ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, ഇയാളുടെ അനിയൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇവരുടെ കൂട്ടാളിയാണ്. കാരണം അവൻ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ചേട്ടത്തിയമ്മയുടെ ഒപ്പം നിൽക്കാൻ, ചേട്ടത്തിയമ്മയുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ചേട്ടത്തിയമ്മയുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. കാരണം അവന് സ്വന്തമായിട്ട് വീടും കാര്യമൊന്നുമില്ല, അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുമല്ലേ. സോ സ്വാഭാവികമായിട്ട് അവൻ ഈ സ്ഥാനം, അപ്പൊ അങ്ങനെ ഒരു ഭീരുവാണ് അവൻ. സ്വാഭാവികമായിട്ട് അവന് ചിന്തിക്കടാ, നീ കെട്ടിക്കൊണ്ടുവന്നൊരു സ്ത്രീയാണ് അവര്, ആളറിഞ്ഞ് കെട്ടിയതാണ്, താൻ അവനെ സംരക്ഷിക്കേണ്ടവളാണെന്ന് ഒരിക്കലും അവൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവനെ കെട്ടിക്കൊണ്ട് അവൻ ഏത് പെണ്ണ് വിശ്വസിച്ച് അവൻ്റെ കൂടെ ജീവിക്കാം? വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെ. 32 വയസ്സുണ്ട്, എന്നാലും വിവാഹം കഴിച്ചിട്ട് വിവാഹം നടന്നിട്ടില്ലെന്നാണ് ഇതുവരെ എന്റെ വിശ്വാസം. ഇനി എന്തായാലും അവനൊന്നും കെട്ടാതിരിക്കുന്നത് നല്ലത്. ആ ഫാമിലിയിലേക്കേ പെണ്ണുങ്ങൾ പോകാതിരിക്കാൻ നല്ലത്. നശിച്ച് നാറാണക്കല്ലിടുവന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.